ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കമൻസിലൂടെ കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ANM GNMന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായോ, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ക്വയറീസ് കണ്ടിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ANM GNM ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് 5 തൊട്ടാണ് സ്റ്റാർട്ട് ആയത്. അപ്പോൾ അത് എന്ന് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയാണ്, കേരളത്തിൽ എത്ര സീറ്റാണ് ഉള്ളത്, സോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതും LBS ത്രൂ തന്നെയായിരിക്കും ആപ്ലിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അലോട്ട്മെന്റ് കാര്യങ്ങളെല്ലാം LBS ത്രൂ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്ന് നോക്കാം. GNM കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ആണ്. ഇതൊരു 3 ഇയർ ഡ്യൂറേഷൻ കോഴ്സാണ്. ഈ ഒരു 3 ഇയേഴ്സിൽ തന്നെ 6 മന്ത്സ് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രീവിയസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പാരിസൺ ബിറ്റ്വീൻ GNM BS നഴ്സിംഗ്, സോ ഇതെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ ഒരു കൂടുതൽ ഐഡിയ അതിനെപ്പറ്റി ലഭിക്കുന്നതായിരിക്കും. ഇനി ANM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമ കോഴ്സാണ്, ഓക്സിലറി നഴ്സ് മിഡ് വൈഫ് എന്ന് പറയും. ഇതൊരു 2 ഇയർ ഡ്യൂറേഷൻ കോഴ്സാണ്. ഇതിന് നമുക്ക് ഡിഗ്രി കോഴ്സായിട്ട് പറയാൻ പറ്റില്ല, ഒരു ഡിപ്ലോമ കോഴ്സ്, നഴ്സിംഗിന്റെ തന്നെ ഒരു ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ ഇതിന്റെ ഡ്യൂറേഷനും ഇതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓരോ കാറ്റഗറി അനുസരിച്ച് SC ST ജനറൽ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ANM GNMന്റെ ബോത്ത് ഫീസും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ എത്രയാണ് ഫീസ് കാര്യങ്ങളെന്ന്. അപ്പൊ GNM ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 400 റുപ്പീസ് ആയിരിക്കും. ANM ആണെങ്കിൽ 300. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ 2 കോഴ്സിനും ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 കോഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 600 ആണ്. ഇനി കാറ്റഗറി അനുസരിച്ച് SC ST നോക്കുകയാണെങ്കിൽ GNMന് മാത്രമായിട്ട് 200 റുപ്പീസ് ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. ANMന് മാത്രമാണെങ്കിൽ 150 റുപ്പീസും. ടുഗെദർ 2 GNM ANM ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ SC STയിലുള്ള കാൻഡിഡേറ്റ്സിന് 300 റുപ്പീസ് ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ലഭിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 വരെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണോ BS നഴ്സിംഗ് ഉണ്ടായിരുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെരിഫൈഡ് ഡേറ്റ അവർ പബ്ലിഷ് ചെയ്യും. ആദ്യം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, പിന്നെ അലോട്ട്മെന്റും കാര്യങ്ങളും, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, പിന്നെ എന്തെങ്കിലും ഓപ്ഷണൽ അലോട്ട്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നടന്ന് പിന്നെ കോളേജ് അഡ്മിഷൻ. ഇത്രയായിരിക്കും ഇതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ആണ്. LBS ആയതുകൊണ്ട് തന്നെ ഏതൊരു മെഡിക്കൽ കോഴ്സിനും ഒരേപോലെ ആയിരിക്കും അവരുടെ അലോട്ട്മെന്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ GNMന് എത്ര കോളേജുകളാണ്, അതിൽ എത്ര സീറ്റുകളാണെന്ന് നോക്കാം. കേരളത്തിൽ 15 ഗവൺമെന്റ് കോളേജുകളിലാണ് GNM LBS ത്രൂ അഡ്മിഷൻ നടക്കുന്നത്. ഈ 15 കോളേജുകളിലായിട്ട് 485 സീറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ANM നോക്കാനാണെങ്കിൽ 4 കോളേജസ് ആണ്, ഗവൺമെന്റ് കോളേജസ് ആണ് ഉള്ളത്. 4 കോളേജുകളിലായിട്ട് 120 സീറ്റ് ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ANM ആണെങ്കിലും GNM ആണെങ്കിലും എല്ലാ റിസർവേഷനും കാര്യങ്ങളും ഇതിനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കോട്ടകൾ, സ്പോർട്സ് കോട്ട, NCC കോട്ട, ഇങ്ങനെയുള്ള എല്ലാ കോട്ടാസും ഇതിനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും കാറ്റഗറിയിൽ, ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടയിലോ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നതാണ്. അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാകും. ആ ഒരു റിസർവേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് മസ്റ്റ് ആയിട്ട്, മാൻഡേറ്ററി ആയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ് ആണെന്ന് ഞാനിപ്പോൾ ഒന്ന് പറയാം. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലോ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് വരുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SSLC ആണ്. SSLC മാൻഡേറ്ററി ആണ്. അതാണ് നമ്മുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നത്. രണ്ടാമത്തേത് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അതും SSLC തന്നെ മതിയാകും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നീട് വരുന്നത് നിങ്ങളുടെ +2ന്റെ മാർക്ക് ലിസ്റ്റ് ആണ് വരുന്നത്. അതും മാൻഡേറ്ററി ആണ്. പിന്നെ വരുന്നത് സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് എനി ക്ലെയിം ഓഫ് റിസർവേഷൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആ ഒരു റിസർവേഷൻ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതാണ്.
പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഇൻകം റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അത് തഹസിൽദാറിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതൊരു മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ആണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇതും അതോടൊപ്പം തന്നെ OEC ACBC ഒക്കെ പോലെയുള്ള റിസർവേഷൻ ലഭിക്കുന്നതിനായിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ അതും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതുകൂടാതെ തന്നെ സ്കാൻഡ് കോപ്പി ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ്, അതായത് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 4 മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ആണ്. SSLC, പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി, പിന്നെ +2ന്റെ മാർക്ക് ലിസ്റ്റ്, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഈ 4 സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. ഇത് കൂടാതെയാണ് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യമെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ പലർക്കും വരാവുന്ന ഒരു ഡൗട്ടാണ് ഈ GNM കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ BS നഴ്സിംഗിന് ഈക്വലന്റ് ആയിട്ട് എന്തെങ്കിലും ഡിഗ്രി ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. GNM കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ബേസിക് BS നഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് BS നഴ്സിംഗിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ആയിട്ട് മാറുന്നതായിരിക്കും. പിന്നെ തുടർന്ന് നിങ്ങൾക്ക് MS നഴ്സിംഗോ അല്ലെങ്കിൽ MPhil PhD പോലെയുള്ള ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാമാണ് ANM GNMന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും ആപ്ലിക്കേഷൻ ഫീസും നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സീറ്റ്സ് കാര്യങ്ങളെല്ലാം. അപ്പൊ ആരും മറക്കേണ്ട ഡേറ്റ് ഓഗസ്റ്റ് 20 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുക. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. തുടർന്നുള്ള പ്രൊസീജിയറിലെല്ലാം നിങ്ങൾ യോഗ്യരായി തീരുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.